ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ജാർ കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ റെഡ് വെൽവെറ്റ് ജാർ കേക്കാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അതിൻ്റെ കൂടെ തന്നെ കേക്ക് സിക്കിൾസിൻ്റെ റെസിപ്പിയും കൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കേക്കിൽ നിന്ന് ജാർ കേക്കിന് വേണ്ടിയിട്ട് പീസുകളൊക്കെ കട്ട് ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ ചെറിയ പീസുകളൊക്കെ എന്തായാലും ബാക്കി ഉണ്ടാവും. അപ്പോൾ ആ ഒരു പീസുകളൊക്കെ വെച്ചിട്ട് നമുക്കിതുപോലെ കേക്ക് പോപ്സോ കേക്ക് സിക്കിൾസോ ഒക്കെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു ജാർ കേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിതാ ഇതുപോലെ അരക്കപ്പ് മൈദ വെച്ചിട്ട് ഒരു റെഡ് സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാനും ഇതിൽ കാണിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കേക്കിന് ഇതാ ഇതുപോലെ ഞാൻ 2 ലെയറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ലെയറിൽ നിന്ന് കട്ട് ചെയ്തെടുക്കണം പീസ്. അപ്പോൾ ഞാനിവിടെ 200 മില്ലിയുടെ ജാറാണ് എടുത്തിട്ടുള്ളത്. ഈ ജാറിൻ്റെ അടപ്പ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു കേക്ക് പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ നമുക്ക് എത്ര പീസാണോ അതിൽ നിന്ന് എടുക്കാൻ പറ്റുന്നത് അത്രയും പീസ് എടുക്കാം. ഒരു 4-5 പീസൊക്കെ നമുക്ക് ഈ ഒരു റൗണ്ടിൽ നിന്ന് കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു പീസിൽ നിന്ന് നമുക്ക് കിട്ടുന്നിടത്തോളം റൗണ്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള പീസുകളൊക്കെ അവിടെ മാറ്റി വെക്കാം. അപ്പോൾ അതാ ഞാനിവിടെ മൊത്തം 10 പീസ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. 2 ലെയറിൽ നിന്ന് 10 പീസാണ് ആക്കി എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് ജാറിൽ സെറ്റ് ചെയ്യാം. അപ്പോൾ കേക്ക് പീസ് വെച്ച് കൊടുത്തിട്ട് പിന്നെ നമ്മൾ സാധാരണ കേക്കൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ ഷുഗർ സിറപ്പ് ഒഴിച്ച് വെറ്റാക്കിയതിന് ശേഷം ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ക്രീം ചീസ് വിപ്പ്ഡ് ക്രീമാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ റെഡ് വെൽവെറ്റ് കേക്കിന് ക്രീം ചീസ് ചേർത്തിട്ടുള്ള വിപ്പ്ഡ് ക്രീമാണ് ചേർക്കുക. അതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. അടുത്ത ജാറിലേക്കും ഇതുപോലെ തന്നെ ക്രീം പൈപ്പ് ചെയ്ത് കൊടുക്കാം. പിന്നെ രണ്ടാമത്തെ ലെയർ കേക്ക് വെച്ച് കൊടുത്തിട്ടും ഷുഗർ സിറപ്പ് ഒഴിച്ച് വെറ്റാക്കിയതിന് ശേഷം ക്രീം പൈപ്പ് ചെയ്ത് കൊടുക്കാം. ക്രീമിൻ്റെ മുകളിലായിട്ട് ലെയറിൽ വേണമെങ്കിൽ ഇതുപോലെ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തതും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി മൂന്നാമത്തെ ലെയർ കേക്ക് പീസ് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലും ഷുഗർ സിറപ്പ് ഒഴിച്ച് വെറ്റാക്കിയതിന് ശേഷം ക്രീം പൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കേക്കിൻ്റെ ക്രംസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതാ നമ്മുടെ റെഡ് വെൽവെറ്റ് ജാർ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി സെയിൽ ചെയ്യാനുള്ളതാണെങ്കിൽ ഇതുപോലെ നമുക്കൊരു റിബൺ കെട്ടി കൊടുക്കാം. എന്നിട്ട് ഒരു സ്പൂണും കൂടെ വെച്ച് കൊടുത്തിട്ട് സെയിൽ ചെയ്യാം. അപ്പോൾ ജാറിന് ഇതാ ഇതുപോലെ റിബണൊക്കെ കെട്ടിക്കൊടുത്ത് സ്പൂണും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം. അപ്പോൾ ഏത് കേക്കായാലും അത് തണുപ്പിച്ച് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ജാർ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഇതുപോലെയുള്ള പീസുകളൊക്കെ ബാക്കി വന്നിട്ടുണ്ടാവും. അപ്പോൾ ആ പീസുകളൊക്കെ എടുത്തിട്ട് നമുക്കിനി കേക്ക് സിക്കിൾസ് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഈ പീസുകളൊക്കെ ഒന്ന് ഇതുപോലെ കൈ വെച്ചിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കുക. കേക്കിനെ ഇതുപോലെ ഒന്ന് പിച്ചെടുത്ത ശേഷം നമുക്കിതിലേക്ക് ഇതൊന്ന് സ്റ്റിക്കായി കിട്ടാൻ വേണ്ടിയിട്ട് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ആദ്യം ഒരു 2 ടീസ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്കിത് കുഴച്ച് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ ഒന്നിച്ച് ചേർത്ത് കൊടുക്കരുത്. ഇനി നമുക്കിതൊന്ന് കുഴച്ച് നോക്കാം. എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് നമുക്ക് ഒന്നും കൂടെ സ്റ്റിക്കായിട്ട് വരണം. അപ്പോൾ ഞാനിതിലേക്ക് 1/2 ടീസ്പൂണും കൂടെ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഇതുപോലെ ഷേപ്പാക്കി എടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് കയ്യിൽ വെച്ചിട്ട് ഉരുട്ടി ഇതുപോലെ ആക്കിയെടുക്കുക. എന്നിട്ട് നമുക്ക് ഇതുപോലൊരു ബോർഡിൽ വെച്ചിട്ട് ഇതൊന്ന് ഷേപ്പാക്കി എടുക്കാം. അപ്പോൾ ഷേപ്പാക്കുന്ന സമയത്ത് ഇതുപോലെ പൊട്ടി പോകുന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് ഷുഗർ സിറപ്പും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടെ കുഴച്ചെടുത്താൽ മതി. അപ്പോൾ നല്ല ഷേപ്പായിട്ട് തന്നെ കിട്ടും.
ഒന്നെങ്കിൽ ഇതുപോലെ വെച്ചിട്ട് പരത്തിയെടുക്കുക, അല്ലെങ്കിൽ കയ്യിലെടുത്തിട്ട് നന്നായിട്ടൊന്ന് ഷേപ്പാക്കി എടുത്താലും മതി. അപ്പോൾ ടൈറ്റായി വിള്ളൽ വരികയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഷുഗർ സിറപ്പും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ആക്കിയെടുക്കുക. ഒരുപാട് ലൂസായി പോകാനും പാടില്ല. അപ്പോൾ ഞാനിതാ ഇതുപോലെ കയ്യിൽ വെച്ചൊന്ന് നല്ല ഷേപ്പാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതാ ഇതുപോലെ നല്ലൊരു ഷേപ്പാക്കി എടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മുടെ ഐസിൻ്റെ സ്റ്റിക്ക് ഒന്ന് കയറ്റി കൊടുക്കണം. ഇതുപോലെ പതുക്കെ കയറ്റി കൊടുക്കണം കേട്ടോ. കൈ മുകളിൽ വെച്ചിട്ട് വേണം ഐസിൻ്റെ സ്റ്റിക്ക് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാൻ. അപ്പോൾ നമ്മൾ ആ ഒരു കേക്കിൽ നിന്ന് 2 ജാർ കേക്കും ഉണ്ടാക്കി, 2 ഇതുപോലെയുള്ള കേക്ക്സിക്കിളും ഉണ്ടാക്കിയെടുത്തു. ഇനി ഈ കേക്ക്സിക്കിളൊന്ന് നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം. അപ്പോൾ നമുക്കിത് തണുക്കാൻ വേണ്ടിയിട്ട് ഫ്രീസറിലേക്ക് വെക്കാം. എന്നിട്ട് വേണം നമുക്ക് ഇതിൻ്റെ ചോക്ലേറ്റ് വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കാൻ. അപ്പോൾ അതാ ഞാനിവിടെ ഡിപ്പ് ചെയ്തെടുക്കാൻ വേണ്ട ചോക്ലേറ്റൊക്കെ മെൽറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചോക്ലേറ്റ് പെട്ടെന്ന് തന്നെ കട്ടയായിട്ട് വരും. അപ്പോൾ ഞാനിതാ അടിയിലൊരു പാത്രത്തിൽ കുറച്ച് ചൂടുള്ള വെള്ളം വെച്ചിട്ട് അതിൽ ഇറക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഞാനിതാ ഇതുപോലെ കോരി ഒഴിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 2 കേക്ക്സിക്കിൾ മാത്രമേ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിലേക്ക് വേണ്ട അത്യാവശ്യം ചോക്ലേറ്റ് മാത്രം ഉരുക്കിയെടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒരുപാടൊക്കെ ഉണ്ടാക്കുമ്പോൾ ഗ്ലാസ്സിൽ ഒഴിച്ചാൽ മതി ചോക്ലേറ്റ് മെൽറ്റാക്കിയത്, എന്നിട്ട് ഡിപ്പ് ചെയ്തെടുത്താൽ മതി. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ റെഡിയാവും. അതുപോലെ കുറച്ച് കട്ടി കുറഞ്ഞിട്ടും കിട്ടും കേട്ടോ. ഇത് കുറച്ച് നല്ല കട്ടിയിൽ തന്നെ ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത് പെട്ടെന്ന് ഒഴിച്ചു കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇത് വേഗം തന്നെ സെറ്റാവും. കാരണം നമ്മളിത് ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചിരിക്കുകയല്ലേ. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഇതുപോലെ ഉള്ള കളറിൻ്റെ സ്പ്രിങ്കിൾസും കൂടെ ഇട്ട് കൊടുക്കട്ടെ. സെറ്റാവുന്നതിന് മുമ്പായിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. നമ്മൾ മുന്നേ കേക്ക് പോപ്സിൻ്റെ ഒക്കെ റെസിപ്പി കാണിച്ചിട്ടുണ്ടല്ലോ, അതുപോലെ തന്നെയാണ്, വേറെ മാറ്റങ്ങളൊന്നുമില്ല. ഷേപ്പിൽ മാത്രം കുറച്ച് മാറ്റമുള്ളൂ. ഇനി അടുത്ത സിക്കിളും കൂടെ എടുത്തിട്ട് നമുക്ക് ചോക്ലേറ്റ് വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ ചോക്ലേറ്റ് ഞാൻ കട്ടയാവാതിരിക്കാൻ വേണ്ടിയിട്ട് ചൂടുള്ള വെള്ളത്തിൽ തന്നെ വെച്ചിരിക്കുകയാണ് കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് കട്ടയായിട്ട് പോവും. അപ്പോൾ നിങ്ങൾ കൂടുതലായിട്ട് കേക്ക്സിക്കിൾസ് ഒക്കെ ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ചോക്ലേറ്റ് മെൽറ്റാക്കിയിട്ട് ഗ്ലാസ്സിൽ ഒഴിച്ച് പെട്ടെന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. പിന്നെ തിക്കായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ആ ഗ്ലാസ് നമുക്ക് ചൂടുള്ള വെള്ളത്തിൽ ഇറക്കി വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ലൂസായിട്ട് കിട്ടും ചോക്ലേറ്റ്. ഇനി ചോക്ലേറ്റ് സെറ്റാവുന്നതിന് മുമ്പായിട്ട് തന്നെ ഇതിൻ്റെ മുകളിലും കൂടെ സ്പ്രിങ്കിൾസ് ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ സെറ്റായിട്ട് കഴിഞ്ഞിട്ട് ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വൈറ്റ് ചോക്ലേറ്റ് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇഷ്ടമുള്ള പോലെ ഡിസൈൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതാ ഇത് രണ്ടും ഈ ഒരു ബോർഡിൽ തന്നെ വെച്ചിട്ട് ഫ്രീസറിൽ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് സെറ്റായിക്കോളും. ഇനി നമുക്കിത് ഫ്രീസറിലേക്ക് വെച്ച് ഒന്ന് തണുപ്പിച്ചെടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ കേക്ക്സിക്കിൾസ് ഒക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ സെറ്റാവും. അപ്പോൾ ഈ ഒരു 2 റെസിപ്പിയും എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്